ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് 5ാം സെമിസ്റ്ററിലെ അപ്രിഷിയേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്ററിലെ ദ സൂ സ്റ്റോറി എന്ന ഒരു വൺ ആക്ട് പ്ലേ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ അതിൻ്റെ ചെറിയൊരു സമ്മറിയും ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ദ സൂ സ്റ്റോറി ഈസ് എ വൺ ആക്ട് പ്ലേ that unfolds in Central Park, New York City. സൂ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വൺ ആക്ട് പ്ലേ ആണ്. അതായത് ഒരു ഒറ്റ രംഗം മാത്രമാണ് ആ നാടകത്തിനകത്തുള്ളൂ. അത് സെൻട്രൽ പാർക്ക് ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്കിൽ വെച്ച് കഥ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇറ്റ് പ്രൈമർലി ഫോക്കസസ് ഓൺ ദ ചാൻസ് എൻകൗണ്ടർ ബിറ്റ്വീൻ ടു ക്യാരക്ടേഴ്സ്. അത് ഫോക്കസ് ചെയ്യുന്നത് ഒരു ചാൻസ് എൻകൗണ്ടറിലാണ്. അതായത് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്ന രണ്ട് പേര്, അവരുടെ ഇൻട്രാക്ഷൻസിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ജെറി ഈസ് എ കോംപ്ലക്സ് ആൻഡ് ലോൺലി മാൻ ഇൻ ഹിസ് ലേറ്റ് 30s. ജെറി എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനല്ല, കുറച്ച് കോംപ്ലക്സ്, സങ്കീർണമായിട്ടുള്ള ഒരാളാണ്. ലോൺലി, ഒരു ഒറ്റപ്പെട്ട മനുഷ്യനാണ്. ഒരു 30കളാണ് ആളുടെ പ്രായം. ഹി ഈസ് ഇമോഷണലി ആൻഡ് സോഷ്യലി ഡിസ്കണക്റ്റഡ് ഫ്രം സൊസൈറ്റി. അയാളാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇമോഷണലി, വൈകാരികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഒറ്റപ്പെട്ടിട്ടുള്ളൊരു മനുഷ്യനാണ് ജെറി ഇനീഷ്യേറ്റ്സ് ദ കോൺവെർസേഷൻ ബൈ അപ്രോച്ചിങ് പീറ്റർ വൈൽ ഹി ഈസ് സിറ്റിംഗ് ഓൺ എ പാർക്ക് ബെഞ്ച്. ഇവർ തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കുന്നത് ജെറിയാണ്. പീറ്റർ ഒരു ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് പുസ്തകം വായിക്കുന്ന സമയത്ത് ജെറിയാണ് അങ്ങോട്ട് ചെന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ക്യാരക്ടർ പീറ്റർ ഈസ് എ മിഡിൽ ക്ലാസ് എക്സിക്യൂട്ടീവ് ഇൻ ഹിസ് ഏർലി 40s. പീറ്ററിന് ജെറിയേക്കാളും കുറച്ച് പ്രായമുണ്ട്, അധികമൊന്നുമില്ല. മറ്റാൾക്ക് 30 ആണെങ്കിൽ ഇയാൾക്ക് 40 എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു മിഡിൽ ക്ലാസ് എക്സിക്യൂട്ടീവാണ്, ഒരു മധ്യവർഗ, അത്യാവശ്യം സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാളാണ്. ഒരു എക്സിക്യൂട്ടീവ് ജോലിക്കാരനാണ്. ലീഡിങ് കൺവെൻഷണൽ ആൻഡ് അൺഇവൻഫുൾ ലൈഫ്. കൺവെൻഷണൽ എന്ന് വെച്ചാൽ സാധാരണമായിട്ടുള്ള ഒരു ജീവിതമാണ്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടക്കാത്തൊരു സ്വാഭാവികമായിട്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് പീറ്റർ. ഇനീഷ്യലി ഹി ട്രൈസ് ടു അവോയ്ഡ് ജെറീസ് ഇൻട്രൂസീവ് ക്വസ്റ്റ്യൻസ് ബട്ട് ഇവഞ്ച്വലി ബിക്കംസ് എൻഗേജ്ഡ് ഇൻ ദ കോൺവെർസേഷൻ. തുടക്കത്തിൽ പീറ്റർ ജെറി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ജെറി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത്. പക്ഷേ പിന്നീട് അവർ രണ്ടുപേരും ഒരു സംഭാഷണത്തിലേക്ക് എത്തുന്നു. ഇനി ഈ സ്റ്റോറിയിലെ പ്രധാനമായിട്ടുള്ള ഇൻസിഡൻസ് നോക്കാം. ഒന്നാമത്തെ ഇൻസിഡൻറ്റ്, ജെറീസ് ഇൻട്രൂഷൻ. ദ പ്ലേ ബിഗിൻസ് വിത്ത് ജെറി, ആൻ എക്സെൻട്രിക് ആൻഡ് സംവാട്ട് അഗ്രസീവ് ക്യാരക്ടർ. ജെറി എന്ന് പറയുന്നത് കുറച്ച് എക്സെൻട്രിക് ആണ്, അതായത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. ആൻഡ് അഗ്രസീവ് ക്യാരക്ടർ, അതായത് മറ്റുള്ളവരുടെ അങ്ങോട്ട് കയറി സംസാരിക്കുക അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്ന ഒരാളാണ് ജെറി. അപ്രോച്ചിങ് പീറ്റർ ഹു ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഇൻ സെൻട്രൽ പാർക്ക്. പീറ്റർ ഒരു ബെഞ്ചിലിരിക്കുന്ന സമയത്ത് ജെറി അങ്ങോട്ട് ചെന്നിട്ട് സംസാരിക്കുകയാണ്. ജെറി ഇനീഷ്യേറ്റ്സ് ദ കോൺവെർസേഷൻ ബൈ ആസ്കിങ് ഇൻവേസീവ് ആൻഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ജെറി അങ്ങോട്ട് പോയിട്ട് ഇൻവേസീവ്, അതിക്രമിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണൽ ബൗണ്ടറി ഒന്നും നോക്കാതെ ആണ് ഈ ജെറി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന രീതിയിലൊക്കെ. ക്രിയേറ്റിംഗ് ആൻ അൺകംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ. അവിടെ ഒരു അൺകംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയാണ് ആ സമയത്ത്. നമുക്കറിയാം, നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ജോലി അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അതേ അവസ്ഥ തന്നെയാണ് ജെറി പീറ്ററിനെ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ജെറീസ് ലൈഫ് സ്റ്റോറി. ആസ് ദ കോൺവെർസേഷൻ അൺഫോൾഡ്സ്, ജെറി റിവീൽസ് ഹിസ് ട്രബിൾഡ് ലൈഫ് സ്റ്റോറി. ഈ സംഭാഷണം അങ്ങനെ തുടരുന്ന സമയത്ത് ജെറി തൻ്റെ ട്രബിൾഡ് ലൈഫ് സ്റ്റോറി, പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞ ജീവിതം വെളിപ്പെടുത്തുകയാണ്. ഹി ടോക്സ് അബൌട്ട് ഹിസ് ഡിസ്ഫങ്ഷണൽ ഫാമിലി. അയാളുടെ ഫാമിലിയെക്കുറിച്ച്. ഡിസ്ഫങ്ഷണൽ ആണ്, അതായത് അയാളുടെ കുടുംബക്കാരായിട്ട് അടുപ്പമോ ബന്ധമോ ഒന്നുമില്ല. ദ ഡെത്ത് ഓഫ് ഹിസ് പാരൻസ്, അവളുടെ പാരൻസ് മരിച്ചു പോയിരിക്കുന്നു. ആൻഡ് ഹിസ് ഐസൊലേറ്റഡ് എക്സിസ്റ്റൻസ് ഇൻ എ റൺ ഡൗൺ അപ്പാർട്ട്മെൻറ്റ്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള, ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണ് ആൾ നയിക്കുന്നത് ഒരു റൺ ഡൗൺ അപ്പാർട്ട്മെൻറ്റിൽ. റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളൊന്നും അധികമില്ലാത്ത, നന്നായി നോക്കാത്ത എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് അയാൾ ജീവിക്കുന്നത്.
ഹി ഡിസ്ക്രൈബ്സ് ഹിസ് ലോൺലിനെസ് ആൻഡ് ഹിസ് ലോങ്ങിങ് ഫോർ ഹ്യൂമൻ കണക്ഷൻ. അയാളുടെ ഏകാന്തതയെക്കുറിച്ചും ഒരു മനുഷ്യനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുന്നതിനെ കുറിച്ച്, ഒരാളായിട്ട് അടുപ്പം ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി വിത്ത് ദ പീപ്പിൾ ഹി ഒബ്സേർവ്സ് അറ്റ് ദ സെൻട്രൽ പാർക്ക് സൂ ഫ്രം ഹിസ് വിൻഡോ. അതുപോലെ തന്നെ അയാളുടെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ അയാൾക്ക് കാണാൻ കഴിയുന്ന ഈ പാർക്കിൽ വരുന്ന ആളുകളുമായിട്ടൊക്കെ, അതിൽ ആരെങ്കിലുമായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റുമോ, ഒരു അടുപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ജെറി പറയുന്നുണ്ട്. പിന്നെ ഇതേ സംഭാഷണത്തിൽ തന്നെയാണ് ജെറി അയാളുടെ ലാൻഡ് ലോഡിനെ കുറിച്ച് പറഞ്ഞത്. ഒരു ലേഡിയാണ്, അവർക്ക് ജെറിയോടൊരു താല്പര്യം ഉണ്ടെന്നൊക്കെയാണ് ജെറി പറയുന്നത് അല്ലെങ്കിൽ കരുതുന്നത്. പക്ഷേ ജെറിക്ക് അങ്ങനെ ഒന്നുമില്ല. അതുപോലെ അവർക്കൊരു ഡോഗ് ഉണ്ട്, അതിനെ കുറിച്ചിട്ടും ജെറി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഈ ഡോഗാണെങ്കിൽ ജെറിയെ കണ്ട എപ്പോഴും ഇങ്ങനെ കുരയ്ക്കും, അറ്റാക്ക് ചെയ്യാൻ നോക്കും എന്നൊക്കെയാണ്. അപ്പോൾ ജെറി അതിനെക്കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ പോയിട്ട് ഒരു മൃഗമായിട്ട് പോലും തനിക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയാണ്. പിന്നെ ജെറി ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നതും അത് തന്നെയാണ്. എങ്ങനെയാണ് മനുഷ്യർ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാനും മനസ്സിലാക്കാനൊക്കെ കൂടി വേണ്ടിയാണ് താൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്നാണ് ജെറി പറയുന്നത്. ദ ബഞ്ച് സ്ട്രഗിൾ. ദ ടെൻഷൻ ബിറ്റ്വീൻ ജെറി ആൻഡ് പീറ്റർ എസ്കലേറ്റ്സ് ത്രൂ ഔട്ട് ദ പ്ലേ. അപ്പോൾ ഇവർ പേരും നമ്മളൊരു ടെൻഷൻ, നമുക്കറിയാം, ഒരു അപരിചിതനായിട്ടുള്ള ആൾ വന്നിട്ട് ഇങ്ങനെ ഇൻവേസീവായിട്ട് പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു അൺകംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. ആ ഒരു ടെൻഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഥ മുന്നോട്ട് പോകുന്തോറും. അറ്റ് വൺ പോയിന്റ് ജെറി ഇൻസിറ്റ്സ് ദാറ്റ് പീറ്റർ മൂവ് ഓവർ ഓൺ ദ ബെഞ്ച് ടു മേക്ക് റൂം ഫോർ ഹിം. ഒരു ഘട്ടത്തിൽ ജെറി പറയുന്നുണ്ട് പീറ്ററുടെ അടുത്ത്, ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കണം, ബെഞ്ചിൽ കുറച്ചും കൂടി സ്ഥലം അയാൾക്ക് വേണമെന്ന്. സിംബലൈസിങ് ദ പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ടു ക്യാരക്ടേഴ്സ്. രണ്ടുപേരും തമ്മിലുള്ളൊരു അധികാര തർക്കം പോലെയാണ് ആ ഒരു സംഭവം വരുന്നത്. ദിസ് ഫിസിക്കൽ കൺഫ്രണ്ടേഷൻ ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ പ്ലേ. ഈ ഒരു സംഭവം ഈ കഥയിലെ അല്ലെങ്കിൽ നാടകത്തിലെ ഒരു വഴിത്തിരിവായിട്ട് വരുന്ന കാര്യമാണ്. ദ കൺഫ്രണ്ടേഷൻ, ഇവർ തമ്മിലുള്ള ഈ അടി അല്ലെങ്കിൽ തർക്കം. ആസ് ദ കോൺവെർസേഷൻ കണ്ടിന്യൂസ് ജെറി ബിക്കംസ് മോർ കൺഫ്രണ്ടേഷണൽ ആൻഡ് അഗ്രസീവ്. സംഭാഷണം അങ്ങനെ തുടരുന്തോറും ജെറി ഇങ്ങനെ കൂടുതൽ കൺഫ്രണ്ടേഷനിലാണ്, അതൊരു വഴക്കുണ്ടാക്കുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജെറി. പുഷിംഗ് പീറ്റർ ടു കൺഫ്രണ്ട് ഹിസ് ഓൺ ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ് ആൻഡ് കൺഫോമിറ്റി. അപ്പോൾ ഇവർ ഫിസിക്കലായിട്ട് മാത്രമല്ല തർക്കം നടക്കുന്നത്, അതായത് ബെഞ്ചിൻ്റെ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നതുകൊണ്ടുള്ള ഒന്നും മാത്രമല്ല നടക്കുന്നത്, അയാളുടെ മാനസികമായിട്ടും കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഈ പീറ്റർ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ സാധാരണ ജീവിതമാണ് നയിക്കുന്നത്, തൻ്റെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്ന രീതിയിലൊക്കെയാണ് ജെറി ആളുടെ ചോദിക്കുന്നത്. ദ കൺഫ്രണ്ടേഷൻ ഇൻറ്റൻസിഫൈസ് ആസ് ദ പ്ലേ പ്രോഗ്രസസ്. ഈ കഥ അങ്ങനെ മുന്നോട്ട് പോകുന്നതോറും ഈ തർക്കം അങ്ങനെ മുറുകുന്നു. അതുപോലെ ഈ പീറ്റർ നീങ്ങി അവസാനം ബെഞ്ചിൽ നീങ്ങാൻ സ്ഥലമില്ല എന്നൊരവസ്ഥയാവും. അപ്പോൾ ഈ ജെറി പീറ്ററിനെ ഇടിക്കും, അതുപോലെ തന്നെ തള്ളാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഈ ബെഞ്ച് ഫുള്ളായിട്ട് എനിക്ക് തരണം, അല്ലെങ്കിൽ എന്നെ തല്ലി തോൽപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ തല്ലുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ദ ക്ലൈമാക്സ്. ദ ക്ലൈമാക്സ് ഇസ് എ ഷോക്കിംഗ് ആൻഡ് വയലൻറ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് ഒക്യൂസ് ബിറ്റ്വീൻ ജെറി ആൻഡ് പീറ്റർ. ക്ലൈമാക്സ് എന്ന് പറയുന്നത് വയലൻ്റ് ആണ്. ഇവർ രണ്ടുപേരും തമ്മിൽ തല്ലി തോൽപ്പിക്കാം എന്നുള്ള പ്ലാനിൽ അടിക്കാൻ ഒരുങ്ങുന്നു. റിസൾട്ടിങ് ഇൻ എ ഡ്രാമാറ്റിക് ആൻഡ് അൺസെറ്റിലിംഗ് കൺക്ലൂഷൻ ടു ദി എൻകൗണ്ടർ. എന്നിട്ട് സംഭവിക്കുന്നത്, ഒരു കത്തി ഉണ്ടായിരുന്നു ഈ ജെറിയുടെ കയ്യിൽ. എന്നിട്ട് ഇങ്ങനെ ഇവർ തമ്മിൽ തല്ലുന്ന സമയത്ത് ഉന്തും തള്ളുമായിട്ട് ജെറി അറിയാതെ കത്തി തൻ്റെ ശരീരത്തിൽ കയറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഈ ഉന്തും തള്ളുണ്ടാകുന്ന സാഹചര്യത്തിൽ ജെറിയുടെ ശരീരത്തിൽ കത്തി കയറുന്നു. അങ്ങനെ ജെറി ആ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കഥയുടെ ക്ലൈമാക്സ് എത്തുന്നത്. ദിസ് ഇവൻ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ പ്ലേ. ഇത് സ്വാഭാവികമായിട്ടും ഈ കഥയിലൊരു വഴിത്തിരിവാണ്. ഹൈലൈറ്റിംഗ് ദി കോൺസിക്വൻസസ് ഓഫ് സൊസൈറ്റൽ ഡിസ്കണക്ഷൻ. അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ജെറി എന്തുകൊണ്ട് ഇങ്ങനെയായി, ജെറിയുടെ അഗ്രസീവ് ബിഹേവിയറിൻ്റെ കാരണം എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അതായത് ഒരു വ്യക്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജെറീസ് ഫൈനൽ മോണലോഗ്. ഈ കഥയിലെ അവസാനത്തെ രംഗമാണ് ഒരു മോണലോഗ്, ജെറി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. ആഫ്റ്റർ ദ ക്ലൈമാറ്റിക് ഇൻസിഡൻറ്റ്, ഈ സംഭവത്തിന് ശേഷം ജെറി കുത്തേറ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് ശേഷം ജെറി ഡെലിവേഴ്സ് റിഫ്ലക്റ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ മോണലോഗ്. ജെറി ഒരു റിഫ്ലക്റ്റീവ്, ആലോചനാപൂർവ്വമുള്ള ഫിലോസഫിക്കലായിട്ടുള്ളൊരു മോണലോഗ് പറയുന്നുണ്ട്. അതിന് മുമ്പ് പീറ്ററിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് ജെറി. അതായത്
ഇതുവരെ കൺഫ്രണ്ടേഷണൽ ആയിരുന്നിട്ടുള്ള ഇതുവരെ അഗ്രസീവ് ആയിരുന്നിട്ടുള്ള ജെറി ഈ കുത്ത് ഏൽക്കുന്ന സമയത്ത് പറയുന്നത് ആ കത്തിയുടെ മുകളിൽ നിന്ന് തൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ മാച്ച് കളഞ്ഞിട്ട് ഇവിടുന്ന് പൊക്കോ എന്നുള്ള രീതിയിൽ പീറ്ററിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലൊക്കെ ആണ് ജെറി ആ സമയത്ത് പെരുമാറുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ മരിക്കാൻ പോകുന്ന സമയത്ത് ജെറി തൻ്റെ മോണലോഗ് പറയുന്നത്. ഇൻ ദിസ് മോണലോഗ് ഹി ഷെയർസ് ഹിസ് തോട്ട്സ് ഓൺ ലൈഫ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളും ഡെത്ത് ആൻഡ് ഹിസ് ഓൺ ആക്ഷൻസ്, മരണത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളും സ്വന്തം പ്രവർത്തികളെക്കുറിച്ചും ആഡിങ് ഡെപ്ത് ടു ഹിസ് ക്യാരക്ടർ ആൻഡ് തീംസ് ഓഫ് ദ പ്ലേ. ഈ പ്ലേയിലെ നാടകത്തിലെ തീംസിനെ കൂടുതൽ വിവരിക്കുന്ന തരത്തിൽ ജെറിയുടെ ക്യാരക്ടറിനെ കുറച്ചും കൂടി ഡീപ്പാക്കുന്ന തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെയാണ് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് ജെറി പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് നോക്കാം. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, വേർ ഡസ് എ പ്ലേ ടേക്ക് പ്ലേസ്? എവിടെയാണ് ഈ കഥ നടക്കുന്നത്? ദ പ്ലേ ടേക്സ് പ്ലേസ് ഇൻ സെൻട്രൽ പാർക്ക്, ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്കിൽ വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഹൂ ആർ ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ? ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണെന്നാണ് ചോദ്യം. ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ ആർ ജെറി ആൻഡ് പീറ്റർ. നമുക്കറിയാവുന്ന പോലെ ജെറി, പീറ്റർ എന്ന പേരുള്ള രണ്ട് പേരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. വൈ ഡിഡ് പീറ്റർ കം ടു ദ പാർക്ക്? പീറ്റർ എന്തിനാണ് പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്? പീറ്റർ കെയിം ടു ദ പാർക്ക് ടു റീഡ് എ ബുക്ക്. പീറ്റർ ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയും ആൻഡ് എൻജോയ് സം ക്വയറ്റ് ടൈം, കുറച്ച് സമയം ക്വയറ്റായിട്ട് ശാന്തമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പീറ്റർ പാർക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വാട്ട് ഡു യു നോ അബൌട്ട് ദ ഫാമിലി ആൻഡ് പ്രൊഫഷൻ ഓഫ് പീറ്റർ? പീറ്ററുടെ കുടുംബത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും നമുക്ക് എന്താണ് അറിയാവുന്നത്? പീറ്റർ ഈസ് മാരീഡ് വിത്ത് 2 ഡോട്ടേഴ്സ്. പീറ്റർ വിവാഹിതനാണ്, ആൾക്ക് ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. ആൻഡ് ഹാസ് 2 കാറ്റ്സ് ആൻഡ് 2 പാരക്കീറ്റ്സ്. ആളുടെ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നുണ്ട് ആൾ. 2 കാറ്റ്സും 2 പാരക്കീറ്റ്സും ഉണ്ട് ഇൻ ഹിസ് ഹൗസ് ഹോൾഡ്. ഹീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മിഡിൽ ക്ലാസ് എക്സിക്യൂട്ടീവ്. ആൾ വിവരിച്ചിരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്, സാമ്പത്തികമായിട്ട് ഒരു മധ്യവർഗത്തിൽ നിൽക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സിക്യൂട്ടീവ് ജോലിക്കാരനായിട്ടാണ് ആളെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ടിപ്പിക്കലി ഡ്രസ്ഡ് ഇൻ ട്വീഡ്സ്. ട്വീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. അത് കുറച്ച് വില കൂടിയതും ഇതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ധരിക്കുന്നതുമാണ്. നമ്മുടെ ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ ജാക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംവിധാനമാണ്. ആൻഡ് ക്യാരിങ് എ ഹോൺ റിംഡ് ഗ്ലാസസ് ആൻഡ് എ പൈപ്പ്. ഹോൺ റിംഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കൊമ്പ് അല്ലെങ്കിൽ ആമയുടെ തോട് അതുകൊണ്ടൊക്കെ ഈ കണ്ണടയുടെ റിം ഉണ്ടാക്കുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നൊരു സംവിധാനമാണ്. അതായത് വില കൂടിയ വസ്ത്രവും വില കൂടിയിട്ടുള്ള ഒരു കണ്ണടയും ഒക്കെ ആളുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു പൈപ്പും ഉണ്ട് ആളുടെ കയ്യിൽ, സ്മോക്കിംഗ് പൈപ്പും ഉണ്ട്. ഇതാണ് നമുക്ക് ഈ പീറ്ററിനെ കുറിച്ചിട്ടും അയാളുടെ കുടുംബത്തെക്കുറിച്ചും അറിയുന്ന കാര്യങ്ങൾ. വേർ ഡസ് ജെറി ലിവ്? ജെറി എവിടെയാണ് താമസിക്കുന്നത്? ജെറി ലിവ്സ് ഇൻ എ 4-story ബ്രൗൺ സ്റ്റോൺ റൂമിംഗ് ഹൗസ്. ഒരു 4 നിലയുള്ള ഒരു റൂമിംഗ് ഹൗസ്, റെൻറ്റിന് കൊടുക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് ജെറി താമസിക്കുന്നത്. ഓൺ ദി അപ്പർ വെസ്റ്റ് സൈഡ് ഓഫ് ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റിയുടെ അപ്പർ വെസ്റ്റ് സൈഡിലാണ്. അതായത് അധികം സമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയൊന്നുമല്ല, ജെറിയെ പോലുള്ള ആളുകൾ തന്നെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് അദ്ദേഹം ഉള്ളത്. വാട്ട് മേക്സ് എ ഡോഗ് സ്ട്രൈക്ക് പീസ് ഡീൽ വിത്ത് ജെറി? ജെറിയുടെ ലാൻഡ് ലേഡിക്ക് ഒരു ഡോഗ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഡോഗ് ജെറിയെ കാണുന്ന സമയത്ത് ഇങ്ങനെ കുരയ്ക്കുകയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ ഡോഗും ഈ ജെറിയും തമ്മിൽ എങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സമാധാനത്തിൽ എത്തിയെന്നാണ് ചോദിക്കുന്നത്. ദ ഡോഗ് സ്ട്രൈക്സ് എ പീസ് ഡീൽ വിത്ത് ജെറി ആഫ്റ്റർ ഹി സർവൈവ്സ് ജെറീസ് അറ്റംപ്റ്റ് ടു പോയിസൺ ഹിം വിത്ത് ഹാംബർഗേഴ്സ്. ഈ ജെറിയുമായിട്ട് ഡോഗ് സമാധാനമാവുന്നത്, ഈ കണ്ടാൽ കുറയ്ക്കുന്നതൊക്കെ നിർത്തിയത്, ജെറി അതിന് ബർഗറിനകത്ത് വിഷം കലക്കിയിട്ട് കൊടുക്കുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഡോഗ് പേടിച്ചിട്ട് പിന്നെ ജെറിയെ കാണുമ്പോൾ ഇങ്ങനെ കുറയ്ക്കാനും നിൽക്കാതെയായത്. ദർ ഫസ്റ്റ് റീ എൻകൗണ്ടർ ഈസ് ദ മൊമെൻറ്റ് വെൻ ദേ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. ഈ സംഭവത്തിന് ശേഷം പിന്നെ ആദ്യമായിട്ട് കാണുമ്പോഴാണ് അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ദ ഡോഗ് നോ ലോങ്ങർ ട്രൈസ് ടു അറ്റാക്ക് ജെറി. ആ സംഭവത്തിന് ശേഷം പിന്നെ ഈ ഡോഗ് ജെറീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. വാട്ട് മേക്സ് ദ ലാൻഡ് ലേഡി ഓഫ് ജെറി തോറലി ലോത്സം? ലോത്സം അതായത് വെറുപ്പുളവാക്കുന്നൊരു ക്യാരക്ടറാണ് തൻ്റെ ലാൻഡ് ലേഡി എന്നാണ് ജെറി പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ജെറി ഫൈൻഡ്സ് ഹിസ് ലാൻഡ് ലേഡി തോറലി ലോത്സം ബിക്കോസ് ഷീ കോൺസ്റ്റൻ്റ്ലി ട്രൈസ് ടു സെഡ്യൂസ് ഹിം. ജെറി പറയുന്നത് ആ സ്ത്രീ എപ്പോഴും എന്നെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ്.
അതുകൊണ്ടാണ് അവർ വെറുപ്പുളവാക്കുന്ന ഒരു ക്യാരക്ടറാണ് ജെറി പറയുന്നത്. വിച്ച് ഹീ ഡിസ്ക്രൈബ്സ് ആസ് ബീയിങ് കോൺസ്റ്റൻ്റ്ലി അറ്റ് മീ. ജെറി അതിനെ പറയുന്നത് കോൺസ്റ്റൻ്റ്ലി അറ്റ് മീ, എപ്പോഴും എൻ്റെ നേർക്കാന്നാണ് ജെറി അതിനെ പറയുന്നത്. വാട്ട് കോസസ് ദ ഫിസിക്കൽ ഫൈറ്റ് ബിറ്റ്വീൻ പീറ്റർ ആൻഡ് ജെറി. പീറ്ററും ജെറിയും തമ്മിൽ ഫിസിക്കൽ ഫൈറ്റ്, അടി ഉണ്ടാവുന്നതിനുള്ള കാരണം എന്താണ്? The physical fight between Peter and Jerry is initiated when Jerry demands that Peter move over on the park bench. ഇവർ തമ്മിലുള്ള ഈ അടി തുടങ്ങുന്നത് പീറ്ററിൻ്റെ അടുത്ത് ജെറി പറയുന്നുണ്ട് ഈ ബെഞ്ചിലൊന്ന് നീങ്ങിയിരിക്കണം, കുറച്ചും കൂടി സ്ഥലം എനിക്ക് വേണമെന്ന്. അതാണ് ഈ അടിയുടെ തുടക്കം. വെൻ പീറ്റർ റിഫ്യൂസസ്, പീറ്റർ അത് നിരസിക്കുന്ന സമയത്ത് ജെറി ബിഗിൻസ് ടു പോക്ക് ആൻഡ് പഞ്ച് പീറ്റർ. ഈ സമയത്ത് ജെറി പീറ്ററിനെ തോണ്ടാനും ഇടിക്കാനൊക്കെ തുടങ്ങുന്നു. ലീഡിങ് ടു ദ ഫിസിക്കൽ ആൾട്രിക്കേഷൻ. അതാണ് ഇവർ തമ്മിലുള്ള ഈ അടിയിലേക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ജെറി അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ. നാടകം അവസാനിക്കുന്ന സമയത്ത് ജെറിക്ക് എന്താണ് സംഭവിക്കുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ ജെറി ഇംപെയിൽസ് ഹിംസെൽഫ് ഓൺ എ നൈഫ് ഡ്യൂറിങ് ദ സ്ട്രഗിൾ വിത്ത് പീറ്റർ. ജെറി ഒരു കത്തിയുടെ മുകളിൽ കയറുന്നു, അല്ലെങ്കിൽ ഒരു കത്തി ജെറിയുടെ ശരീരത്തിൽ കയറുന്നു ഈ ഉന്തും തള്ളും ഉണ്ടാകുന്ന സമയത്ത്. പീറ്റർ മനഃപൂർവ്വം എടുത്ത് കുത്തുന്നതല്ല, പക്ഷേ ഈ ഉന്തും തള്ളിൻ്റെ ഇടയിൽ ജെറിയുടെ ശരീരത്തിൽ ഈ കത്തി കയറുന്നു. ദെൻ ഇൻ ഹിസ് ഡെത്ത് ഓൺ ദ പാർക്ക് ബെഞ്ച്. അങ്ങനെ ഈ ജെറി ആ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് മരിച്ചു പോവുകയാണ് ഈ കഥയുടെ അവസാനം ചെയ്യുന്നത്. വാട്ട് ഡസ് ജെറി ആസ്ക് പീറ്റർ ടു ഡു ബിഫോർ ഹി ഡൈസ്. മരിക്കുന്നതിന് മുമ്പ് പീറ്ററുടെ അടുത്ത് എന്ത് ചെയ്യാനാണ് ജെറി പറയുന്നത്? ബിഫോർ ഹി ഡൈസ് ജെറി ആസ്ക് പീറ്റർ ടു വൈപ്പ് ദ നൈഫ് ക്ലീൻ ഓഫ് പീറ്റേഴ്സ് ഫിംഗർ പ്രിൻറ്റ്സ് ആൻഡ് ദെൻ ലീവ് ദ സീൻ. മരിക്കുന്നതിന് മുമ്പ് ജെറി പറയുന്നത് ആ കത്തിയിൽ നിന്ന് പീറ്ററുടെ ഫിംഗർ പ്രിൻ്റൊക്കെ തുടച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം എന്നാണ്. അതായത് പീറ്ററിനെ കുറ്റപ്പെടുത്താനൊന്നും ജെറി നിൽക്കുന്നില്ല, ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജെറി ശ്രമിച്ചിട്ടുള്ളത്. അടുത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്യാരക്ടർ ഓഫ് പീറ്റർ ഇൻ ദ സൂ സ്റ്റോറി. ഈ കഥയിൽ പീറ്റർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പീറ്റർ ഈസ് ദ മോർ കൺവെൻഷണൽ ക്യാരക്ടർ ഇൻ ദ പ്ലേ. പീറ്ററാണ് കൺവെൻഷണൽ ആയിട്ടുള്ള, അതായത് സാധാരണക്കാരായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ പെരുമാറുന്ന പോലെയൊക്കെയുള്ള രീതിയിലുള്ളത് പീറ്ററിൻ്റെ ക്യാരക്ടറാണ്. ഹി കംസ് ടു സെൻട്രൽ പാർക്ക് ടു റീഡ് എ ബുക്ക് ആൻഡ് സീക്സ് എ ക്വയറ്റ് ഓർഡിനറി ലൈഫ്. ഒരു പുസ്തകം വായിക്കാനാണ് ആൾ പാർക്കിലേക്ക് വരുന്നത്. ഒരു ക്വയറ്റ്, ഒരു ശാന്തമായ ഓർഡിനറി, സാധാരണമായൊരു ജീവിതം നയിക്കാനാണ് പീറ്റർ ആഗ്രഹിക്കുന്നത്. പീറ്റർ ഈസ് മാരീഡ് ആൻഡ് ഹാസ് 2 ഡോട്ടേഴ്സ്. പീറ്റർ വിവാഹിതനാണ്, ആൾക്ക് 2 പെൺകുട്ടികളൊക്കെ ഉണ്ട്. അലോങ് വിത്ത് 2 cats ആൻഡ് 2 parakeets. ആളുടെ വീട്ടിൽ പെറ്റ്സിനെയും ആൾ വളർത്തുന്നുണ്ട്. 2 cats-ഉം 2 parakeets-ഉം അയാൾക്കുണ്ട്. ഹീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മിഡിൽ ക്ലാസ്, ഒരു മധ്യവർഗ, അതായത് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ആളായിട്ടാണ് പീറ്ററിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ടിപ്പിക്കലി ഡ്രസ്ഡ് ഇൻ ട്വീഡ്സ്, അങ്ങനെയുള്ള ഒരു വ്യക്തി ധരിക്കുന്ന പോലെയുള്ള നല്ല വസ്ത്രമൊക്കെയാണ് ആൾ ധരിച്ചിട്ടുള്ളത്. ആൻഡ് ക്യാരീസ് ഹോൺ റിംഡ് ഗ്ലാസസ് ആൻഡ് പൈപ്പ്. ഹോൺ റിംഡ് ഗ്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഇതിൻ്റെ റിമ്മ് ഈ ഹോൺ കൊണ്ട്, ഈ കൊമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ആമയുടെ തോട് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വില കൂടിയ ടൈപ്പ് ഒരു ഗ്ലാസ് ആണ്. അതും ഒരു പൈപ്പൊക്കെ ഇയാളുടെ കയ്യിലുണ്ട്. അതായത് ഒരു മിഡിൽ ക്ലാസ്, സാമ്പത്തികമായിട്ട് നല്ല സെറ്റപ്പുള്ള ആളാണെന്നാണ് അവിടെ കാണിക്കുന്നത്. ഇനീഷ്യലി ഹി എക്സിബിറ്റ്സ് എ മിഡിൽ ക്ലാസ് കംപ്ലേസൻസി. ഒരു കംപ്ലേസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് ആൾ കാണിക്കുന്നത്. കംപ്ലേസൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ താൻ വലിയ സംഭവമാണ്, ഞാൻ ജീവിതത്തിൽ കുറേ നേടി എന്നൊക്കെ കരുതുന്ന ഒരു തരം ക്യാരക്ടറായിട്ടാണ് ഈ പീറ്ററിനെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് റിലക്റ്റൻസ് ടു എൻഗേജ് ഇൻ മീനിങ് ഫുൾ കോൺവെർസേഷൻ വിത്ത് ജെറി. ജെറിയെ പോലൊരാളുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള റിലക്റ്റൻസ്, വിമുഖതയൊക്കെ പീറ്റർ കാണിക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് ദ ക്യാരക്ടർ ഓഫ് ജെറി വിത്ത് ദാറ്റ് ഓഫ് പീറ്റർ. ജെറിയുടെ ക്യാരക്ടറിനെ പീറ്ററിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. പീറ്ററിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് ജെറിയുടെ ക്യാരക്ടർ നോക്കാം, എന്നിട്ട് അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. ജെറി ഈസ് അൺകൺവെൻഷണൽ. ജെറി എന്ന് പറയുന്നത് അൺകൺവെൻഷനലാണ്, അതായത് അസാധാരണമായിട്ടുള്ള ഒരാളാണ്. ആൻഡ് എക്സെൻട്രിക്, കൂടാതെ തന്നെ വിചിത്രമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ജെറി. ആൻഡ് സോഷ്യലി ഐസൊലേറ്റഡ്, കൂടാതെ സാമൂഹികമായിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളും കൂടിയാണ് ജെറി. ഹി അപ്രോച്ചസ് പീറ്റർ വിത്ത് എന്തൂസിയാസം ഷേക്കിംഗ് എ കണക്ഷൻ. ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ഈ ജെറി പീറ്ററിനെ സമീപിക്കുന്നത്.
ഒരു ഹ്യൂമൻ കണക്ഷൻ, ഒരാളുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളാണല്ലോ ജെറി. അപ്പോൾ ഒരാളുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് പീറ്ററുടെ അടുത്തേക്ക് വരുന്നത്. ജെറി ഈസ് ഓപ്പൺ അബൌട്ട് ഹിസ് ട്രബിൾഡ് പാസ്റ്റ്. ജെറി ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. പീറ്റർ ആയിരുന്നെങ്കിൽ നമുക്കറിയാം തൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ജെറി പക്ഷേ തൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ആളുടെ ട്രബിൾഡ് പാസ്റ്റ്, പ്രശ്നങ്ങൾ നിറഞ്ഞ ആളുടെ പാസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ ആൾ പറയുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് സ്ട്രെയിൻഡ് റിലേഷൻഷിപ്സ് ആൻഡ് ലോൺലിനെസ്. അതിൽ കൂടുതലും വരുന്നത് ആളുടെ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്സ്, ഫാമിലിയിൽ ആരുമായിട്ടും അടുപ്പും ബന്ധമൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളും ആളുടെ ഒറ്റപ്പെട്ട അവസ്ഥയെ കുറിച്ചിട്ടൊക്കെയാണ് ജെറി പറയുന്നത്. He is fascinated by the people at the Central Park Zoo and often observes them from his apartment window. കൂടാതെ ജെറി ഈ പാർക്കിൽ വരുന്ന ആളുകളെ വളരെ ഫാസിനേഷനോട് കൂടിയിട്ടാണ് നോക്കുന്നത്, താല്പര്യത്തോടു കൂടി നോക്കുന്നുണ്ട്. ഈ അയാളുടെ ജനലിൽ, അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനലിലൂടെ അയാൾ അവരെ വീക്ഷിക്കാറൊക്കെ ഉണ്ട്. ജെറി ചലഞ്ചസ് സൊസൈറ്റൽ നോംസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ദ മീനിങ് ഓഫ് ലൈഫ്. ജെറി സമൂഹത്തിൻ്റെ രീതികളെ ചോദ്യം ചെയ്യുകയും ജീവിതത്തിൻ്റെ അർത്ഥത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പീറ്റർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഒരു ചോദ്യങ്ങളും ഇല്ല. ആൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ജെറി ഈ സമൂഹത്തിൻ്റെ രീതികളൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തത് എക്സ്പ്ലനേഷൻ ഓഫ് ദ റെലവൻസ് ഓഫ് ദ ഡോഗ്സ് സ്റ്റോറി ഇൻ ദ പ്ലേ. ഈ ലാൻഡ് ലേഡിയുടെ ഡോഗുമായിട്ടുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ജെറി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റഫർ ഫോർ ലോൺലിനെസ്. The dog's story symbolizes Jerry's own struggles with isolation and loneliness. അത് ജെറിയുടെ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയൊക്കെ ഒരു മെറ്റഫറാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി എന്തൊക്കെ ആണ് കടന്നു പോകുന്നത്, എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. ഡിസയർ ഫോർ കണക്ഷൻ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ജെറീസ് yearning ഫോർ മീനിങ് കണക്ഷൻസ് ഈവൻ വിത്ത് എ ഡോഗ്. ഈ ഒറ്റപ്പെട്ടിട്ടുള്ള ജെറിക്ക് ആരെങ്കിലുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. ഒരു മനുഷ്യനുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഡോഗുമായിട്ടെങ്കിലും ഒരു സൗഹൃദം ഉണ്ടാക്കണം എന്നുള്ള തരത്തിലേക്ക് വരെ ജെറി എത്തുന്നത് നമുക്ക് ആ കഥയിൽ കാണാൻ കഴിയും. സിംബൽ ഓഫ് ഐസൊലേഷൻ. അതുപോലെ തന്നെ ആൾ ഒറ്റപ്പെടേണ്ട ഒരു സിംബൽ കൂടിയാണ്. ദ ഡോഗ് മിറേഴ്സ് ജെറീസ് എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് സോഷ്യലി ഐസൊലേറ്റഡ്. ഈ കഥ ഈ സോഷ്യലി ഐസൊലേറ്റഡ്, സാമൂഹികമായി ഒറ്റപ്പെട്ടിട്ടുള്ള ജെറിയുടെ അവസ്ഥ നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരാൻ കൂടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഈ പ്ലേക്കകത്ത് ഡോഗിൻ്റെ കഥ പറയുന്നതിലുള്ള പ്രാധാന്യം. അടുത്ത ചോദ്യം, കമൻറ്റ് ഓൺ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ മേജർ ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ സാമൂഹികമായും സാമ്പത്തികമായുമുള്ള ചുറ്റുപാടിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ പശ്ചാത്തലത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് ജെറി, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ജെറി കംസ് ഫ്രം എ സോഷ്യലി ഐസൊലേറ്റഡ് ആൻഡ് സംവാട്ട് അൺകൺവെൻഷണൽ ബാക്ക്ഗ്രൗണ്ട്. ജെറിയുടേത് സോഷ്യലി ഐസൊലേറ്റഡ്, സാമൂഹികമായി ഒറ്റപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. കൂടാതെ അൺകൺവെൻഷണലാണ്, അസാധാരണമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ജെറിക്കുള്ളത്. ഹി ലിവ്സ് ഇൻ എ ക്രാംബ്ഡ് റൂമിംഗ് ഹൗസ് ഓൺ ദ അപ്പർ വെസ്റ്റ് സൈഡ്. കൂടാതെ ഒരു ക്രാംബ്ഡ്, ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുള്ള അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു റൂമിലാണ് ആൾ താമസിക്കുന്നത്. വിച്ച് ഈസ് ഫാർ ഫ്രം ദി അപ്സ്കെയിൽ നെയ്ബർഹുഡ്. കൂടാതെ തന്നെ അത് സമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നതിൻ്റെയൊക്കെ ദൂരെയാണ്. ഇങ്ങനെയുള്ളൊരു സാമൂഹിക ചുറ്റുപാടാണ്, പശ്ചാത്തലമാണ് ജെറിക്കുള്ളത്. എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ആളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിൽ ജെറീസ് എക്കണോമിക് സ്റ്റാറ്റസ് അപ്പിയേഴ്സ് ടു ബി മോഡസ്റ്റ്. ആളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ മോഡസ്റ്റാണ്, അതായത് ലളിതമാണ്, അതായത് അത്ര സമ്പത്തില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ജെറി ഉള്ളത്. ദെൻ ഹിസ് ലിവിങ് കണ്ടീഷൻസ് ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഹിസ് ലാൻഡ് ലേഡീസ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡോഗ് ഹൈലൈറ്റ് ഹിസ് ലോവർ എക്കണോമിക് സ്റ്റാൻഡിങ്. കൂടാതെ ആ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് ആൾ പറയുന്ന കാര്യവും അതുപോലെ ആ ഡോഗുമായിട്ടുള്ള കഥ പറയുന്നതും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ലോ ക്ലാസ് ആയിട്ടുള്ള, അതായത് ആളുടെ കൾച്ചറല്ല ഉദ്ദേശിക്കുന്നത്, സാമ്പത്തികമായിട്ട് ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ജെറി എന്നാണ് നമുക്കതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി പീറ്ററിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടാണ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, പീറ്റർ റെപ്രസെൻറ്റ്സ് എ മോർ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. കൺവെൻഷണലായ ഒരു സാധാരണക്കാരനായിട്ടുള്ള സാധാരണ മനുഷ്യരുടേതിന് സമാനമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പീറ്റർക്കാണുള്ളത്. ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയാണ് അദ്ദേഹം. ഹി ഹാസ് എ ഫാമിലി വിത്ത് എ വൈഫ് ആൻഡ് 2 ഡോട്ടേഴ്സ്. ഒരു കുടുംബവും അതുപോലെ തന്നെ ഭാര്യയും 2
പെൺകുട്ടികളൊക്കെ ഉള്ളൊരു കുടുംബമായിട്ടാണ് ആൾ ജീവിക്കുന്നത്. എംഫസൈസിങ് എ സ്റ്റേബിൾ ഫാമിലി സ്ട്രക്ചർ. ആളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു കുടുംബവും അതുപോലെ തന്നെ സന്തുഷ്ടമായിട്ടുള്ളൊരു സാഹചര്യമൊക്കെയാണ് അയാൾക്കുള്ളത്. എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, സാമ്പത്തികമായിട്ടുള്ള ആളുടെ പശ്ചാത്തലം. പീറ്റേഴ്സ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അപ്പിയേഴ്സ് ടു ബി മിഡിൽ ക്ലാസ്. ഒരു മിഡിൽ ക്ലാസ് ആണ്, മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് എന്നാണ് നമുക്ക് കാണുന്നത്. ആസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് വെയറിങ് ട്വീഡ്സ് ആൻഡ് ക്യാരിങ് ഹോൺ റിംഡ് ഗ്ലാസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ വസ്ത്രവും അതുപോലെ തന്നെ ആളുടെ ഗ്ലാസ്സൊക്കെ വില കൂടിയതൊക്കെയാണ്. അതിൽ നിന്ന് ആൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു പൈപ്പ് ആൾ ക്യാരി ചെയ്യുന്നുണ്ട്. ഹിസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് വാല്യൂസ് റിഫ്ലക്റ്റ് എ സെൻസ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് കംഫർട്ട്. ആളുടെ ലൈഫ് സ്റ്റൈലും മറ്റും നമുക്ക് കാണിച്ചു തരുന്നത് എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തികമായിട്ട് ആൾ സ്റ്റേബിളാണ്, അത്യാവശ്യം മെച്ചപ്പെട്ടൊരവസ്ഥയിലാണ് ആളുടെ സാമ്പത്തിക അവസ്ഥ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, ഹൗ ദ സൂ സ്റ്റോറി ക്യാൻ ബി വ്യൂഡ് ആസ് എ കമൻ്ററി ഓൺ ദ ഫ്രിക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ്സസ്. വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ക്ലാസ്സസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് എന്നാണ് നമുക്ക് ഈ പ്ലേയിൽ കാണുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ക്ലാസ്സുകളിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു തടസ്സമായിട്ടൊക്കെ ഈ കഥയെ നമുക്ക് എങ്ങനെ കാണാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പോയിന്റ്സ് ആണ്. ക്യാരക്ടർ കോൺട്രാസ്റ്റ്സ്. ദ ക്യാരക്ടേഴ്സ് ഓഫ് ജെറി ആൻഡ് പീറ്റർ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ്. രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ജെറീസ് ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ജെറീസ് അൺകൺവെൻഷണൽ ആൻഡ് ഐസൊലേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് കോൺട്രാസ്റ്റ് വിത്ത് പീറ്റേഴ്സ് മിഡിൽ ക്ലാസ് ഫാമിലി ഓറിയൻറ്റഡ് ലൈഫ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ജെറിയുടേത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതമാണ്, കുടുംബമൊന്നുമില്ല. പീറ്റർ ആണെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള വ്യക്തിയാണ്. ദെൻ ചലഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. Their interactions highlight the difficulties of understanding and connecting with people from different social strata. ഇനി ഇവരുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, രണ്ട് വ്യത്യസ്ത സോഷ്യൽ ക്ലാസ്സുകളിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെയും പരസ്പരം കണക്ട് ചെയ്യാൻ കഴിയാത്തതിൻ്റെയും ഒരു പ്രശ്നമാണ്. ഇനി ഇതിൽ എസ് എഴുതുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്, അബ്സർഡിസം ഇൻ ദ സൂ സ്റ്റോറി. അബ്സർഡിസം എന്ന് പറയുന്നത് അസംബന്ധവാദം എന്നൊക്കെയാണ് അർത്ഥം. അതായത് അസംബന്ധം പോലെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അബ്സേർഡ് എലിമെൻറ്റ്സ്. ഈ പ്ലേയിൽ നമുക്ക് അത്തരം എലിമെൻറ്റ്സ് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഒന്ന്, രണ്ട് പേര് വന്നിട്ട് ഒരു പാർക്കിൻ്റെ ബെഞ്ചിലിരുന്നിട്ട് നീങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് അടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം സാധാരണ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ അത് ഈ പ്ലേയിലെ ഒരു അബ്സർഡിസ്റ്റ് അല്ലെങ്കിൽ അസംബന്ധമായിട്ടുള്ള ഒരു എലിമെൻ്റാണ്. അതുപോലെ തന്നെ ജെറി പറയുന്ന സംഭാഷണത്തിൽ കഥയ്ക്കൊരു പേര് വരുന്നുണ്ടല്ലോ, ദ സ്റ്റോറി ഓഫ് ജെറി ആൻഡ് ഡോഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സംഭാഷണത്തിൻ്റെ രീതികൾ. ദെൻ ഇൻഫ്ലുവൻസ് ഓൺ ക്യാരക്ടർ ഇൻട്രാക്ഷൻസ്. അതായത് ഈ ക്യാരക്ടേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും അതുപോലെ ഒരു ബെഞ്ചിൻ്റെ സ്ഥലത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ അടി കൂടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പ്ലേയിലെ അബ്സർഡിസം അല്ലെങ്കിൽ അസംബന്ധമായിട്ടുള്ള എലിമെൻറ്റ്സ് ആണ്. ദെൻ ഏലിയനേഷൻ ഇൻ അർബൻ സെറ്റിങ്സ്. ഒരു നഗര ജീവിത സാഹചര്യത്തിനകത്ത് വരുന്ന ഒറ്റപ്പെടൽ. എഫക്ട്സ് ഓഫ് അർബനൈസേഷൻ ഓൺ ക്യാരക്ടേഴ്സ് സെൻസ് ഓഫ് ഏലിയനേഷൻ. അതായത് രണ്ട് തരത്തിലുള്ള ഏലിയനേഷനാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒന്ന്, ജെറി എന്ന് പറയുന്ന ആൾ നമുക്കറിയുന്ന പോലെ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. പീറ്ററുടെ എലിനേഷൻ എന്ന് പറയുന്നത് പീറ്ററുടെ കുടുംബം, പീറ്ററുടെ ലോകം എന്നുള്ള തരത്തിൽ ജീവിക്കുകയാണ്. ആ ലോകത്തിന് പുറത്തുനിന്ന് ജെറി എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെ സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് ഒരാൾ വരുന്ന സമയത്ത് അയാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനോ സംസാരിക്കാനോ വിമുഖത കാണിക്കുന്ന തരത്തിലുള്ള ഒരു എലിനേഷനാണ് പീറ്ററിനുള്ളത്. ദെൻ ജെറീസ് ഐസൊലേഷൻ വിത്തിൻ ഹിസ് റൂമിംഗ് ഹൗസ്. നമുക്കറിയുന്ന പോലെ എന്താണ് ഈ അർബൻ സെറ്റിങ്സിനകത്ത് ഒരു ഗ്രാമത്തിലെ അവസ്ഥയല്ല, ഇങ്ങനെ ക്രാംപ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിലും എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സാഹചര്യമാണ്. അതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ദെൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് ക്രൈസിസ്. മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധി. എക്സാമിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ആസ് റിഫ്ലക്ഷൻസ് ഓഫ് സൊസൈറ്റൽ ഡിസ്പാരിറ്റീസ്. നമുക്ക് പറയാവുന്ന പോലെ ജെറിയുടെയും പീറ്ററിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ ആ തരത്തിൽ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തെ കുറിച്ചിട്ടൊക്കെ ഈ പ്ലേ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ. എക്സ്പ്ലനേഷൻ ഓഫ് ദ മീനിങ് ആൻഡ് സിംബോളിസം ബിഹൈൻഡ് ദ ടൈറ്റിൽ ദ സൂ സ്റ്റോറി. ഈ ടൈറ്റിലിൻ്റെ ഒരു പ്രാധാന്യം
അതിൻ്റെ ഒരു സിംബോളിസം നമുക്കറിയാം. ദ സൂ സ്റ്റോറി എന്ന് പറയുന്നതിനകത്ത് ഒരു സൂ, മൃഗങ്ങൾ, ആനിമൽസ് ഉള്ളൊരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പീറ്റർ പോകുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, എന്താണ്, നിങ്ങളിപ്പോൾ ഒരു സാധാരണ ആളല്ല, നിങ്ങളിപ്പോൾ ഒരു ആനിമലായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡയലോഗ് അതിനകത്ത് വരുന്നുണ്ട്. ആ തരത്തിലൊക്കെ മനുഷ്യർ അൾട്ടിമേറ്റ്ലി ആനിമൽസ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ സൂ സ്റ്റോറി എന്നുള്ളതിൽ പറഞ്ഞു വെക്കുന്നത് എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ക്ലാസ്സസ്, അനാലിസിസ് ഓഫ് ദ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെൻഷൻ ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ്സസ് റെപ്രസെൻറ്റഡ് ബൈ ജെറി ആൻഡ് പീറ്റർ. നമുക്കറിയാം, പീറ്റർ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ്സും ജെറി എന്ന് പറയുന്നത് ഒരു ലോ ക്ലാസ്സും ആയിട്ടുള്ള വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ സംഭാഷണം നടത്തുന്നതിലുള്ള പ്രയാസങ്ങളും പരസ്പരം മനസ്സിലാക്കുന്നതിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് രണ്ട് സോഷ്യൽ ക്ലാസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ടൊക്കെ നമുക്ക് പറയാം. ദെൻ അവസാനമായിട്ട് കോൺസിക്വൻസസ് ഓഫ് ആലിനേഷൻ, ഒറ്റപ്പെടലിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ. ഡിസ്കഷൻ ഓഫ് ദ ഡ്രമാറ്റിക് ഔട്ട്കംസ് ഓഫ് ആലിനേഷൻ ആൻഡ് ഡിസ്കണക്ഷൻ വിത്തിൻ ദ പ്ലേ. ഒരാൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്ലേയിനകത്ത് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നമുക്ക് എസ് എഴുതുന്ന സമയത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പ്ലേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.